നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വ്യവസായ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. പ്രവാസി വ്യവസായി എന്ന നിലയിൽ മാത്രമല്ല, ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമാണ്. ഇപ്പോൾ ഇന്ത്യയുടെ വിപണി സാധ്യത ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാരുമായി കൈകോർത്തിരിക്കുകയാണ് ലുലു ഗ്രൂപ്പ്. രാജ്യത്തിന്റെ ചെറുധാന്യങ്ങൾക്ക് കൂടുതൽ വിപണി ഒരുക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ. ഇതിന്റെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ ചെറുധാന്യങ്ങളുടെ കയറ്റുമതി കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. 2023 ലോക രാജ്യങ്ങൾ ചെറുധാന്യങ്ങളുടെ വർഷമായാണ് ആഘോഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കയറ്റുമതി സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാരും ലുലു ഗ്രൂപ്പിന്റെ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയും ഒരുമിക്കുന്നത്. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലെ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി കഴിഞ്ഞ ദിവസം ലുലു ഹൈപ്പർ മാർക്കറ്റ് LLCയുമായി ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE, ഈജിപ്ത്, ഇന്ത്യ എന്നിവിടങ്ങളിലായി 247 ലുലു സ്റ്റോറുകളും 24 ഷോപ്പിംഗ് മാളുകളും ലുലു ഗ്രൂപ്പിനുണ്ട്. പ്രതിദിനം 12 ലക്ഷം ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നു. ഉടമ്പടി പ്രകാരം ഗൾഫ് സഹകരണ കൗൺസിൽ അതായത് GCC രാജ്യങ്ങളിൽ ഇന്ത്യൻ ചെറുധാന്യ ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹന പ്രവർത്തനങ്ങൾ ലുലു ഗ്രൂപ്പ് സുഗമമാക്കും. ഇന്ത്യയിൽ നിന്നുള്ള ചോളം, റാഗി, തിന, കൂവരക്, ചാമ, കവടപ്പുല്ല്, വരക്, കമ്പം തുടങ്ങിയവയാണ് പ്രധാന ചെറുധാന്യങ്ങളായി കണക്കാക്കുന്നത്. തുവര, മുതിര, ബാർലി ഇനത്തിൽപ്പെട്ട ചില ചെറുപയറ് വർഗ്ഗങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇവയൊക്കെ ഇനി ഇന്ത്യയിൽ നിന്നും GCC രാജ്യങ്ങളിലേക്ക് ലുലു ഗ്രൂപ്പ് എത്തിക്കും. കരാറിന്റെ അടിസ്ഥാനത്തിൽ മില്ലറ്റുകളും അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും, റെഡി ടു ഈറ്റ് വിഭവങ്ങളും, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ, വനിതാ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയിൽ നിന്ന് സംഭരിച്ച് അന്താരാഷ്ട്ര റീറ്റെയിൽ ശൃംഖലയിൽ പ്രദർശിപ്പിക്കാൻ ലുലു അവസരമൊരുക്കും. മില്ലറ്റ് ഉൽപ്പന്നങ്ങളുടെ വിവിധ സാമ്പിളുകൾ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലേക്ക് അയക്കാൻ നിർമ്മാതാക്കൾക്ക് കേന്ദ്ര അതോറിറ്റി സൗകര്യമൊരുക്കും. തുടർന്ന് അത് വിവിധ ലുലു സ്റ്റോറുകളിൽ പ്രദർശിപ്പിക്കും. രാജ്യത്തിന്റെ ചെറുധാന്യങ്ങൾക്ക് കൂടുതൽ വിപണി ഒരുക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ലുലുവിന്റെ 300-ൽ അടുത്തുള്ള സ്റ്റോറുകൾ ഇതിനായി സജ്ജമാക്കും. ഇതുവഴി ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇന്ത്യൻ ചെറുധാന്യങ്ങൾക്ക് കൂടുതൽ ആവശ്യക്കാരെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാരും ലുലു ഗ്രൂപ്പും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.